അങ്ങനെ ഞാൻ പച്ച വിട്ടിൽ തേടി വന്നതാണ്. പച്ച വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണം വരുമെന്നാണ് പറയുന്നത്. കുറച്ച് പണം കൂടുതൽ വേണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പച്ച വീട്ടിൽ അഥവാ പച്ച പുൽച്ചാടി അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കയ്യിലേക്ക് പണം വരുമെന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സ്റ്റോറി പണ്ട് ആരോ പറഞ്ഞു വെച്ചതാണ്. ആ സ്റ്റോറി ഇല്ലായിരുന്നെങ്കിൽ ആ പച്ച വീട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക് നമ്മൾ അടുപ്പിക്കുമായിരുന്നു. ഇപ്പൊ പച്ച വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സ്നേഹത്തോടെ നമ്മൾ അതിനെ പരിചരിക്കുന്നത്. കാരണം അത് കാശുകൊണ്ടാണല്ലോ വരുന്നത്. അങ്ങനെ ഇപ്പോഴാ ഒരുപാട് ആൾക്കാരെ പോലെ ഞാനും പച്ച വീട്ടിൽ തേടി ഇറങ്ങിയതാണ്. ഇങ്ങനെയുള്ള കുറെ അധികം സ്റ്റോറീസ് ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ എലിയെ കൊല്ലാത്തത്, ചിലപ്പോൾ പാമ്പിനെ കൊല്ലാൻ പേടിക്കുന്നത്, മടിക്കുന്നത്. ഒരുപാട് സ്റ്റോറീസ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ഋഷിമാർ അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്നും നമ്മൾ ആ സ്റ്റോറീസിലാണ് ജീവിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാലി തൊട്ട് തൊഴുമല്ലോ. ഇതിന്റെയൊക്കെ പിന്നിൽ വളരെ മനോഹരമായ കുറെ അധികം സ്റ്റോറീസ് ഉണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ടായിരിക്കും. ആ സയൻസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഒരു സ്റ്റോറിയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിരിക്കും അന്നുള്ള അറിവുള്ള ആൾക്കാർ ശ്രമിച്ചത്. ഇന്നും ബിസിനസ്സുകാർ ചെയ്യുന്ന ഇതേ കാര്യം തന്നെയാണ്. അവരുടെ സാങ്കേതികമായ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് ഒരു സ്റ്റോറി പറയും. അങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനുള്ള ആ പച്ച പുൽച്ചാടിയുടെ സ്റ്റോറി എന്താണ്? ഇനി അങ്ങനത്തെ സ്റ്റോറീസ് ഒന്നും നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഓഗസ്റ്റ് 19 കൊച്ചിയിൽ മൺസൂൺ എംപ്രസിൽ വെച്ചിട്ട് 6 സ്റ്റോറീസ് നിങ്ങളെ പറയാൻ പഠിപ്പിക്കുന്ന ഗ്രോ വിത്ത് സ്റ്റോറീസ് എന്ന ഒരു സൂപ്പർ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അവിടെ നിങ്ങളെ തേടിയും പച്ച വിട്ടിൽ വരും. റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോ. ഈ നമ്പറുണ്ട്, നമ്പറിൽ തന്നെ വിളിച്ചോ. നമുക്ക് കൊച്ചിയിൽ വെച്ചിട്ടുണ്ടോ.